ഞാൻ ഈ പണിയൊപ്പിച്ച പന്നി ഒന്ന് തപ്പി നോക്കട്ടെ. വിട്ട് കള വർക്കിച്ച ചീള് കേസുകള്. മാണിക്യത്തിരുന്ന് ചീള് കേസാ, പക്ഷെ വർക്കിച്ചിരുന്നൊരു തോൽവിയാ. ഈ എടവും ബലവും ചേർന്ന് കാലം കുറയായി വർക്കിച്ചൻ കാവൽ നിൽക്കാൻ തുടങ്ങിയിട്ട്. അന്ന് തൊട്ട് ഇന്ന് വരെ തടിയൊരു പോറലേറ്റിട്ടില്ല. അതിന് ഞാൻ സമ്മതിച്ചിട്ടുമില്ല. പക്ഷെ ഇന്നതുണ്ടായി. അതെനിക്കൊരു തോൽവി തന്നെയാ. ആളെ കണ്ടില്ലെങ്കിൽ വേണ്ട, അത് ഞാൻ കണ്ടുപിടിച്ചോളാം. മുറിവിന്റെ ആഴവും തുന്നലിന്റെ എണ്ണവും നോക്കി അത് ഏത് നായിന്റെ മോന്റെ കത്തിയാണെന്ന് അളന്ന് കണ്ടുപിടിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നല്ലോ നമുക്കൊക്കെ. ആ അഭ്യാസം ഇപ്പോഴും മറന്നിട്ടില്ല. ഷാനവാസിനെ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഷാനവാസ് അവിടെ നിന്നും തിരിച്ചു വന്ന ശേഷം കൂടുതൽ കാര്യങ്ങൾ വിശദമായി നെവിനുമായി സംസാരിക്കേണ്ടി വരും. ബാക്കിയെല്ലാം അപ്പോൾ പറയാം. നെവിൻ, ഇവിടെ ആരും എന്റെ നമ്പരായി എനിക്കുള്ളത് മേടിച്ചിട്ട് വരാം. നിയമങ്ങൾക്ക് അതീതരല്ല. ഒരു രീതിയിലുള്ള ശാരീരിക ആക്രമണവും ഇവിടെ വെച്ച് പൊറിപ്പിക്കില്ല. ഇത് ലാസ്റ്റ് വാണിംഗ് ആണ്. ഇന്ന് നിന്റെ കൈ 500 ചക്കന്റെ നേരെ പൊങ്ങിന്ന് കേട്ടു. തൽക്കാലം വിട്ടിരിക്കുന്നു. ഇനി ആവർത്തിച്ചാൽ കൊത്തി നുറുക്കി കുഴിച്ചുകൂടി ഞാൻ. കേട്ടടാ പാട്ടി. ഇനി ഒരിക്കൽ കൂടി ഏതെങ്കിലും രീതിയിലുള്ള ശാരീരികമായ ആക്രമണം ആരുടെയെങ്കിലും നേർക്ക് ശ്രദ്ധയിൽപ്പെട്ടാൽ നീ ഇത് അനുഭവിക്കണോടാ. ആയുഷ്കാലം മുഴുവനും നീ ഇത് അനുഭവിക്കണം. മതിയോ ശവത്തി കുത്തിയത്? കുത്തും. ഈ ശവത്തി ഞാൻ ഇനിയും കുത്തും. എന്നെ അത്രയ്ക്ക് കുത്തിയിട്ടുണ്ടവൻ. ആ നിമിഷം തന്നെ നെവിനെ ഇവിടെ നിന്നും പുറത്താക്കുന്നതാണ്. സ്വയം ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നതും പുറത്താക്കുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. വെല്ലുവിളികളാവാം, പക്ഷേ അത് നിന്നേക്കാൾ 4-5 ഓണം കൂടുതലുണ്ടവനോടാവരുത്. എല്ലാവർക്കും സന്തോഷമായല്ലോ. എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു.